വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത മറ്റൊരു അടിപൊളി ചാലഞ്ച് ചെയ്തിരിക്കുകയാണ്. അഥവാ ഗോസ്റ്റ് അമംഗ് അസ് ചാലഞ്ച്. അതെ ഗൈസ്, ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു നമ്മൾ കഴിഞ്ഞ ഗോസ്റ്റ് അമംഗ് അസ് ചാലഞ്ച് ഇട്ട സമയത്ത് വന്നിരുന്നത്. അത് മാത്രമല്ല ഗൈസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. അതിൽ മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താ വെച്ചാൽ 4 പേരല്ലാതെ 6 പേരായിട്ട് ഈ ഗെയിം കളിക്കണമായിരുന്നു. അതെ, ഇന്ന് നമ്മള് 6 പേരായിട്ടാണ് നമ്മൾ ഇന്ന് ഗോസ്റ്റ് അമംഗ് അസ് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവർക്ക് ഓൾറെഡി ഇവര് വീഡിയോ കണ്ടിട്ടുണ്ട്. അത് കൂടാതെ ഞങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിമിന് എന്ന് പറഞ്ഞാൽ ഒരുപാട് റൂൾസ് ഉണ്ട്. അത് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ റൂൾസ് എന്നുള്ളത്. അമംഗ് അസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ 4 പേരാണ് ഉള്ളത്. ആ 4 പേരുടെ ഇടയിൽ ഒരു കില്ലർ ഉണ്ടാവും. ആ കില്ലറിന് പറയുന്ന പേരാണ് ഇമ്പോസ്റ്റർ. ഈ ബാക്കി 3 പേരെ പറയുന്ന പേരാണ് ക്രൂമേറ്റ്സ്. അപ്പൊ ഈ ഇമ്പോസ്റ്ററിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ക്രൂ മെമ്പേഴ്സിലെ ഒരാളെ ആരും അറിയാതെ ഒരു സംശയം തോന്നാതെ കൊല്ലുക എന്നുള്ളതാണ്. ഈ ക്രൂമേറ്റ്സിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 പേർക്കും ഓരോരോ ജോലി വീതം ഇവിടെയുള്ള ഈ ബൗളിൽ നിന്ന് കൊടുത്തിട്ടുണ്ടാവും. ആ ജോലി കൃത്യമായിട്ട് അവർ കൊല്ലപ്പെടാതെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്രൂമേറ്റ്സിന്റെ ജോലി. പ്ലസ് അതിന്റെ കൂടെ തന്നെ കൂട്ടത്തിലുള്ള ആ ഒരു കില്ലർ, ആ ഒരു ഇമ്പോസ്റ്റർ ആരാന്നുള്ളത് തെരഞ്ഞു പിടിക്കുക എന്നുള്ളതും കൂടിയാണ് ക്രൂമേറ്റ്സിന്റെ ജോലിയായിട്ട് വരുന്നത്. പിന്നെ ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ മീറ്റിംഗ് ഏരിയ. ഈ മീറ്റിംഗ് ഏരിയയുടെ ആവശ്യകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇമ്പോസ്റ്റർ ഒരാളെ കൊന്നിട്ട് ആ ഡെഡ് ബോഡി ക്രൂമേറ്റ്സ് കാണാണെന്നുണ്ടെങ്കിൽ നേരെ ഈ മീറ്റിംഗ് ഏരിയയിൽ എത്തിയിട്ട് ഇവിടെ ഒരു ബസർ കാണുന്നില്ലേ, ഈ ബസർ ഇവിടെ വന്ന് അടിച്ചതിന് ശേഷം എല്ലാ ക്രൂ മെമ്പേഴ്സും ഇവിടെ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് സസ്പീഷ്യസ് ആയിട്ട് ആരെയാണോ ഇമ്പോസ്റ്റർ ആയിട്ട് തോന്നുന്നത് അവർക്കെതിരെ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അഥവാ നമ്മൾ വോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഇമ്പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇമ്പോസ്റ്റർ തോൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ക്രൂമേറ്റ്സ് ആയിരിക്കും തോൽക്കുക. ഈ ഇമ്പോസ്റ്റർ എങ്ങനെ ആളെ കൊല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേപ്പ് കണ്ടോ, ഇത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പൊ ഇമ്പോസ്റ്റർ ആയിട്ടുള്ള ആള് ഈ ടേപ്പിന്ന് ഒരു പീസ് എടുത്തിട്ട് നേരെ പോയിട്ട് കൊല്ലേണ്ട ആളെ മേലൊട്ടിക്കുക. അങ്ങനെയാണ് ഇമ്പോസ്റ്റർ കൊല്ല. വൺസ് ഡെഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കണം. നമുക്ക് സംസാരിക്കാനോ വർത്താനോ പറയാനോ ഒരു ശബ്ദം ഉണ്ടാക്കാനോ ഒന്നിനും പാടില്ല. നമ്മൾ ഇനി മീറ്റിംഗ് കൂടുന്ന സമയത്ത് ആരാണോ ഡെഡ് ആയിട്ടുള്ളത് അയാൾക്ക് ഈ ഡ്രസ്സും ഇട്ടിട്ട് ഇവിടെ പാറി പറന്ന് നടക്കാം. ആരാണ് കൊന്നത് എന്നുള്ളത് പറയാൻ പാടില്ല. അതല്ലാത്ത വർത്താനങ്ങൾ വേണമെങ്കിൽ ഗോസ്റ്റിന് പറയാൻ പറ്റും. പക്ഷെ ഗെയിം കളിക്കുന്നതിന്റെ ഇടയിൽ നമുക്കും വർത്താനം പറയാൻ പാടില്ല. ആരാ എന്നെ കൊന്നതെന്നുള്ളത് ഗോസ്റ്റിനും പറയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെയാണ് റൂൾസ് ആയിട്ട് വരുന്നത്. അത് നമ്മൾ 4 പേരുടെ റൂൾസ് ആയിരുന്നു പറയുന്നത്. സെയിം റൂൾസ് തന്നെയാണ് ഈ 6 പേർക്കും വരുന്നത്. ഒരു ഇമ്പോസ്റ്റർ ആയിരിക്കും ഉണ്ടാവുക, ബാക്കി 5 ക്രൂ മേറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ എന്തായാലും 4 പേരുള്ള ഗെയിമിനെക്കാട്ടും ടഫ് ആയിരിക്കും ഈ ഗെയിം എന്ന് പറയുന്നത്. കാര്യം ഒരു ഇമ്പോസ്റ്ററെ കൊല്ലേണ്ടത് ബാക്കി 5 പേര് കാണാതായിരിക്കണം. മറ്റേതിൽ 3 പേര് മാത്രം കാണാതെ കൊല്ലാനുള്ളത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷെ 6 പേരായ സമയത്ത് കുറച്ചും കൂടെ ടഫ് ആയി. അപ്പൊ നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിം ആണ്. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണം, നേരെ കടക്കാം. ആരാണ് ക്രൂമേറ്റ്സ്, ആരാണ് ഇമ്പോസ്റ്റർ എന്നൊക്കെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം. അപ്പൊ ക്രൂമേറ്റ്സ് മൊത്തം അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആരാണ് ഇമ്പോസ്റ്റർ, ആരാണ് ക്രൂമേറ്റ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോ നോക്കില്ല, ഓരോരുത്തരായിട്ട് കാണിച്ചോ. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. ഓരോരുത്തർക്കുള്ള ജോലികൾ എന്താന്നുള്ളത് അല്ല, ഒരു കാര്യം നമ്മൾ മറന്ന്, നമ്മൾ കഴിഞ്ഞ തവണത്തേന്നും കൊല്ലാൻ വേറെ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ഒരു സെലോ ടാപ്പ് ഉണ്ട്. ഇത് നമ്മൾ ഡബിൾ സൈഡ്, അത് നമ്മളിങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാല് എല്ലാരും കയ്യിലും ഈ സാധനം ഉണ്ട്. ഇത് ഒളിപ്പിച്ച് വെച്ചതാണ്. കുറച്ച് ബുദ്ധിമുട്ട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം ആ ടേപ്പ് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും വരും. അപ്പൊ ഒളിപ്പിച്ച് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ഫസ്റ്റത്തേൽ ഞാൻ ഔട്ടായി പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറ്റിയത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയുള്ള ടാസ്കുകൾ എന്തൊക്കെയാന്നുള്ളത് ഓരോരുത്തരെടുത്തോളൂ. ഒരുപാട് ടാസ്കുകൾ മറ്റേ പേപ്പർ ഞാൻ ആദ്യം കാണിക്കാം ക്യാമറയില്. എല്ലാരും തിരിഞ്ഞോ? തിരിഞ്ഞോ? എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് കേട്ടോ. എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്.
Okay, guys. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒഫീഷ്യലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുക ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, എല്ലാവരും ക്യാമറ എടുത്ത് പോയിക്കോളൂ. ഓക്കെ.
അവിടെ സ്റ്റെയറിന്റെ മുകളിൽ ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തു ഗൈസ്. ഡെഡ് ബോഡി ഫൗണ്ട്, ഡെഡ് ബോഡി ഫൗണ്ട്. സ്റ്റേഴ്സിന്റെ മുകളിൽ ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആരാണ് ഇമ്പോസ്റ്റർ എന്ന് അറിയില്ല. അതിൽ ആരോ ഒരാള് കൊലയാളിയാണ്. ആരോ അമലേറ്ററെ വധിച്ചിട്ടുണ്ട്. അതെ, അതിവിദഗ്ധമായി. ഇതുവരെ നടക്കാത്ത ഒരു സംഭവമാണ്. കാരണം സ്റ്റേഴ്സിന്റെ മുകളിലാണ് അത് ഡെഡ് ബോഡി നടന്നു വരുന്നുണ്ട്. അല്ല, കൊലയാളി വളരെ വിദഗ്ധമായി കൊന്നിട്ടുണ്ട്. കൂട്ടത്തിലുള്ള കൊലയാളിനെ നമ്മള് തിരിച്ചറിയണം. അതെ, തിരിച്ചറിയണം. അതെ, എന്റെ പരമായ സംശയം എന്നല്ല, എനിക്ക് ശ്രീയാണ് കൊലയാളി എന്നാണ് തോന്നുന്നത്. എനിക്ക് അതെ, ഞാനും അതേ ഒരു എന്താ പറയാ നിരീക്ഷണത്തിലാണ്. കാരണം ഞാന് അവിടെ നിന്ന് മേലെ നിന്ന് എനിക്ക് കിട്ടിയ ടാസ്ക് ഫ്ലോറിലെ ടൈൽ ഉണ്ടാന്നുള്ളതായിരുന്നു. അത് എണ്ണിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ എന്താ പറയാ നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറെ ആക്റ്റും എക്സ്പ്രഷൻസ് ഒക്കെ ഫീൽ ചെയ്തു. ഞാൻ അവിടുന്ന് വന്നതിന് ശേഷമാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് പക്ഷെ സംശയം എനിക്ക് ഷാമീനെയാണ്. കാരണം എന്താന്ന് വെച്ചാല് ഞാന് നേരെ കേൾക്കുന്നത് ഈ ഡെഡ് ബോഡി ഫൗണ്ട് എന്നുള്ള ഒരു അലേർട്ട് മാത്രമാണ്. ഞാൻ ആ സമയത്ത് ഇവിടെയായിരുന്നു. എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാല് യെല്ലോ സാധനങ്ങളെല്ലാം എടുത്തിട്ട് എന്താണ് ഇവിടെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനും വളരെ ഷോക്കിംഗ് ആയിരുന്നു ഈ ന്യൂസ് അറിയുമ്പോൾ. എനിക്ക് വളരെ ശക്തമായ എനിക്ക് ഡൗട്ട് എന്ന് പറയുന്നത് ഷാമീനെയാണ്. ഞാൻ ശ്രീനെ പറഞ്ഞു. അഞ്ച് നേരത്തെ പറഞ്ഞ പോലെ മോളിൽ എനിക്ക് ചെറിയൊരു ഇതുണ്ടായിട്ടുണ്ട്. ഞാൻ എനിക്കുള്ള ടാസ്ക് സ്കൂളിൽ വെള്ളം നിറച്ചിട്ട് മൊത്തം ഞാൻ അത് നടക്കുന്നതിന് ഇടയിൽ കൂടെ എനിക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായി. ശ്രീ എന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇന്റേതായിട്ടുള്ള ഒരു നിരപരാധിത്വം എനിക്ക് തെളിയിക്കണമല്ലോ. എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കുഴി തോണ്ടിയ പോലെ തന്നെ ഞാൻ എഴുതിയ ടാസ്ക് ആയിരുന്നു കിട്ടിയത്. നെയിൽ കട്ടർ വെച്ചിട്ട് ഉണങ്ങിയ ഇലയൊക്കെ കട്ട് ചെയ്ത് ടാസ്ക്. പക്ഷെ എനിക്കത് ചെയ്തോണ്ടിരുന്നിട്ട് ഇവിടെ ആരെ ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഡൗട്ട് അടിച്ച അമലേറ്റർ തന്നെ ആയിരുന്നു. പക്ഷെ സ്റ്റേഴ്സിൽ അമലേറ്റർ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്ന കണ്ടപ്പോ ചങ്ക തകർന്നുപോയി. ഇപ്പോ നേരെ ശ്രീ എനിക്ക് തിരിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ശ്രീയാണ് ഇമ്പോസ്റ്റർ എന്നാണ്. കാരണം എക്സ്പ്രഷനിൽ എവിടെയൊക്കെയോ എനിക്ക് ഇമ്പോസ്റ്റർ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രീക്ക് 4 വോട്ട് കിട്ടി. കൂടുതൽ വോട്ട് കിട്ടിയത് ശ്രീക്കാണ്. ഒരു വോട്ട് ഷാമിക്കും. ഒരു വോട്ട് ഷാമിക്കും. അപ്പം ഡെഡ് ബോഡിക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും? ഇല്ല, ഡെഡ് ബോഡിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പുറത്തടിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ശ്രീ നിരപരാധിത്വം തെളിയിക്കും. കയ്യിലുള്ള കാർഡ് തരും. ഫോണിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചതാണ്. ശ്രീ നിരപരാധിത്വം തെളിയിക്കാൻ പോകുക. അതെ, കാണിക്കും. ഞാൻ ഇമ്പോസ്റ്റർ ആയിരുന്ന പുറത്ത് കൊണ്ടുവന്നില്ല. വിജയിച്ചിരിക്കുകയാണ്. എന്റെ ആത്മീയ നിത്യശ ഞാൻ കുറെ ട്രൈ
ട്രൈ ചെയ്ത് നോക്കുമ്പോ എല്ലാരും കൂട്ടം കൂടി എങ്ങനെ കൊല്ലും? എനിക്ക് കിട്ടിയ ടാസ്ക് എങ്ങനെ ഉണ്ടോ? എന്തായിരുന്നു? തലയിൽ ഇത്ര ലോഡ് നടക്കാൻ നല്ല രസം. എനിക്ക് എനിക്ക് തന്നെ കിട്ടിയത് ടൈലിലെ മറ്റേ ഫ്ലോറിലെ ടൈലുകളൊക്കെ ഉണ്ടാ ഞാൻ നടുമുത്ത എത്രയോ ജനലിന്റെ കമ്പിയാണ്. അയ്യോ അല്ല ആണോ എനിക്ക് സ്പൂണിൽ വെള്ളം നിറയ്ക്കാൻ ആരെ ഇത് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് റൗണ്ടില് നമ്മളെ ഇമ്പോസ്റ്ററിനെ തോൽപ്പിച്ചിട്ട് ക്രൂമേറ്റ്സ് ആണ് വിജയിച്ചത്. ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റിലോട്ട് കടക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് കടക്കാം ഗൈസ്. എല്ലാരും കാർഡ്സ് തിരിച്ചിട്ടോളൂ. എടുക്കാം. ഓക്കെ. എനിക്ക് കിട്ടിയില്ല. അതിലുണ്ട്. ഓക്കെ ഞാൻ കാണിക്കാം. തിരിഞ്ഞോ ഗൈസ് എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ. ഇത് ഗൈസ് എനിക്ക് കിട്ടിയതാട്ടോ. ഗൈസ് എനിക്ക് കിട്ടിയത് ഇതാണ്. ഗൈസ് എനിക്ക് കിട്ടിയത് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. ഗൈസ് എനിക്ക് കിട്ടിയത് ഇതാണ് കേട്ടോ. ഓക്കെ അപ്പൊ ഇനി നമുക്ക് ടാസ്കുകൾ എടുക്കാം. ഓക്കെ ഓക്കെ താഴെ തന്നു. എനിക്ക് കിട്ടിയത് ഇതാണ്. ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാട്ടോ. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയത് ഇതാണ്. ഗൈസ് എനിക്ക് കിട്ടിയത് ഇത് തന്നെയാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. ഓക്കെ എല്ലാവരും ready അല്ലേ? അപ്പൊ ഗൈസ് ഇനി നമ്മൾ മിണ്ടുന്നില്ല, ടാസ്കിലേക്ക് കടക്കുകയാണ്. അതൊക്കെ
ഡെഡ് ബോഡി ഫൗണ്ട് ഗൈസ്. അതിവിദഗ്ധമായ കൊലപാതകം. അതിസൂത്രൻ. സൂത്രി ആയിക്കൂടെ? ചിരിച്ച് കളിച്ച് ഇവിടെ വായിച്ചുകൊണ്ടിരുന്ന കുട്ടി ആരാ കൊന്നത്? ചിരിയോടെ തന്നെയാണ് കണ്ടോ. വളരെ ഇവിടെ തന്നെ കിടക്കുന്നു. ഓക്കെ, ഡെഡ് ബോഡി എണീറ്റ് പോരൂ. അതെ. വളരെ വിഷമമായ ഒരു കാര്യം ഇപ്പൊ. ഗൈസ്, അതിവിദഗ്ധമായി ആരോ നമ്മുടെ ക്രൂമേറ്റിനെ കൊല്ലപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, അതെ, ആരാണോ അങ്ങനെ ചെയ്തത്? 5 റീത്തിയായിരിക്കാണ് ഗൈസ്. അതെ. ഇനിയിപ്പോ അപ്പൊ നമുക്ക് voting വോട്ടിങ്ങിലേക്ക് കിടക്കാം. അതെ അതെ. അതെ, വോട്ടിങ്ങിലേക്ക് കടക്കാൻ എനിക്ക് ഇത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണിത്. കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് ഒട്ടും ആരെയും ഒരു സംശയം തോന്നില്ല. അതെ, ബോളിലേക്ക് പോകുന്നവരെ ചിരിച്ചോണ്ടിരുന്ന കുട്ടിയാണ്. അതെ അതെ അതെ, കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ജുനുവിനെ സംശയം തോന്നുന്നുണ്ട്. ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനും ജുനുവിനാണ് വോട്ട് ചെയ്യുന്നത്. കാരണം താഴത്ത് ഞാനും അവനും താഴത്ത് ഇരുന്നവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുട്ടിയായിരുന്നു. ജുനു മുകളിലോട്ട് കയറി വരുന്നതിന് മുന്നേ ആയിട്ടാണ് മരണം സംഭവിച്ചെന്ന് എനിക്കും തോന്നുന്നത്. ഞാനും സംശയിക്കുന്നത് ജുനുവിനെ തന്നെയാണ്. കാരണം ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാവരും മുകളിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഉറപ്പാണ് സൽമാനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ലാസ്റ്റ് ഞങ്ങൾ 3 ആൾക്കാരാണ് താഴെ ഉണ്ടായിരുന്നത്. ഞാൻ മേലോട്ട് കയറി വന്നതിന് ശേഷമാണ് സൽമാൻ കയറി വന്നത്. അതിന് എന്റെ മുന്നേ അഭിപ്രായത്തിൽ അത് ചെയ്തത് സൽമാൻ. എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് ടിഷ്യൂ എടുത്ത് എല്ലാ ചെയറും ടേബിളും തുടയ്ക്കുന്ന ഒരു ടാസ്ക് കിട്ടിയത്. അത് കിട്ടിയിട്ട് ടിഷ്യൂ തപ്പാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കറങ്ങി നടന്നത്. അപ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന ആ കുട്ടി. ഞാൻ സ്റ്റെപ്പ് കയറി മുകളിൽ എത്തിയപ്പോൾ ശ്രീയും പാത്തും അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നാലെ അമലിനെ കണ്ടത്. സൽമാൻ അവിടെ കണ്ടതേ ഇല്ല. അപ്പൊ സൽമാനാണ് എന്റെ ഒരു അപ്പൊ 2 വോട്ട് എനിക്കും. ഇപ്പൊ എനിക്ക് മാറ്റി പറയാൻ തോന്നുന്നുണ്ട്. കാരണം പറഞ്ഞ അപ്പൊ തന്നെ അത് ഏറ്റുപിടിച്ചോണ്ടിരിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് സംശയം മാറി. അപ്പൊ 2 വോട്ട് എനിക്കും 3 വോട്ട് എനിക്കും. ജുനുവിനാണ്. എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കാൻ പോകുന്നത്. എന്റെ ഒരാള് ആരാണ് എന്താ മതി. ഒരു ടാസ്ക് അപ്പൊ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കാൻ പോകുന്നത്. ലാസ്റ്റ് അവിടെ നീതി കാത്തിട്ട് മുകളിൽ ഞാനാണ് ഗൈസ് ഇമ്പോസ്റ്റർ. നിങ്ങൾ എനിക്ക് ഇത് വാങ്ങിച്ചു തന്നില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് റൂമിൽ പോയിട്ട് ഞാൻ ടാസ്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് ഇവിടെ ഡെഡ് ബോഡി ഫൗണ്ട് ആയി പറഞ്ഞത്. അതെ. അപ്പൊ ആരാണ് കൺഫ്യൂസ്ഡ് ആയി പോയി. ഭയങ്കര confused അതെ, ആയി ആക്ച്വലി പോയി. എനിക്കൊരു തുറപ്പിച്ചിട്ട് കിട്ടിയത് ഷാമി ഫസ്റ്റ് ജുനുവിന് വോട്ട് ചെയ്തോണ്ടാ. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി. അടുത്ത പ്രാവശ്യം എന്തിനെ പറ്റി ഞാൻ ഇനി വാങ്ങിക്കാം. ഞാൻ മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇമ്പോസ്റ്റർ വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഫെയിൽ ആയിരിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഓക്കെ ഓക്കെ. ഇനി guys നമുക്ക് സെലക്ട് ചെയ്യാം ആരാണ്. ഓക്കെ, ഇതൊന്നും പിടിക്കാറില്ല. ഓക്കെ, ഓക്കെ, ഞാൻ കാണിക്കാം ഗൈസ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഓക്കെ, റെഡി? Okay, okay. എല്ലാവരും തുടങ്ങാം. എല്ലാവർക്കും ജോലി എടുക്കാം. Ready? രണ്ട് ടാസ്ക്. 3 ടാസ്ക് നിലത്തിട്ട്. ഞാനാദ്യം. ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. എനിക്ക് കിട്ടുന്ന മൊത്തം ഇങ്ങനെ പള്ളി പഠിച്ചൊരു ടാസ്ക്. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഷാമി എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് ഗൈസ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. കണ്ടില്ലേ? ഇതാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ സംസാരിക്കുന്നതായിരിക്കില്ല.
എടേ ഒരു ഡെഡ് ബോഡി കണ്ടിട്ട് ഇത്രയും നിസ്സാരമായിട്ട് ഈ അങ്ങനെ നിക്കുന്നത്. പ്രേതം എഴുന്നേറ്റ് വരൂ. കറക്റ്റ് ഈ ഒരു സ്പോട്ടിലാണ്. ഇതൊരു സുമതി വളമായി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഒരുപാട് പേര് അവിടെ നിന്ന് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. വെൽ പ്ലാൻഡ് മർഡർ. രണ്ടാമത്തെ മർഡറാണ് ഇപ്പൊ. രണ്ടാമത്തെ മർഡറാണ്. ആ സ്റ്റെപ്പ് പറഞ്ഞ പോലെ ഒരു സുമതി വളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, കൊലയാളിക്ക് ചെറുതായിട്ട് പാളിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതെ, ചെറിയ രീതിയിൽ പാളിയ ഒരു തോന്നൽ നല്ലോണം അപ്പൊ നമുക്ക് വേഗം വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? അതെ. ഓ, ഡെഡ് ബോഡി വരട്ടെ. ഡെഡ് ബോഡി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ മീറ്റിംഗ്. പ്രേതം റഫ് മൂഡിലാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്താലോ? ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തത് ഞാനായതുകൊണ്ട് ഞാൻ പറയാണ്. ഡെഡ് ബോഡി കണ്ടു കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് സ്റ്റെപ്പിന്റെ മുകളിലായിരുന്നു. അതെ, സ്റ്റെയർമേലായിരുന്നു. ആ സമയത്ത് സ്റ്റെയറിലുണ്ടായിരുന്നത്, സ്റ്റെയറിന്റെ ആ ഭാഗത്തുണ്ടായിരുന്നത് അമലാണ്. അപ്പൊ അമലാണെന്നാണ് എന്റെ ഒരു ധാരണ. എന്റെ അഭിപ്രായത്തിലും സാഹചര്യ തെളിവുകൾ അനുസരിച്ച് അമലായിരിക്കണം. അതെ, കാരണം അഞ്ചു അദ്ദേഹത്തിന് ചെറുതായിരുന്നു പാളിയിട്ടുണ്ട്. കാരണം അഞ്ചു ആണ് വന്നിട്ട് ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തെന്ന് പറഞ്ഞത്. അതെ, ആ സമയത്ത് അമല് മാത്രമേ മുകളിലുള്ളായിരുന്നു, ബാക്കി ഞങ്ങൾ എല്ലാവരും താഴ്ത്തുണ്ടായിരുന്നു. അപ്പൊ കൊലയാളിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമലിനെ തന്നെ വോട്ട് ചെയ്തു. എന്റെ അഭിപ്രായത്തിലും അമൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെല്ലാം ഗ്ലാസ്സും ഉണ്ട് എന്നുള്ളതായിരുന്നു. ഞാനാണ് നോക്കിയിട്ട് ഗ്ലാസ് കാണുന്നില്ല. അപ്പൊ ഞാൻ മുകളിൽ മൊത്തം ഗ്ലാസ് എണ്ണി വന്നിട്ട് പിന്നെ ജനലുകൾ എന്നാൽ മുകളിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഈ ഒരു അറിയിപ്പ് വരുന്നത് ഡെഡ് ബോഡി കിട്ടിയെന്നുള്ളത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന 5 അമൽ മാത്രമായിരുന്നു. 5 റിപ്പോർട്ട് ചെയ്തപ്പോൾ മിക്കവാറും അമലാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 5 ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവര് രണ്ടുപേരായിരുന്നു മോഡൽ സാഹചര്യത്തിൽ കണ്ടത്. അപ്പം 5 ആണെന്നാണ് എന്റെ ഒരു ചെറിയ സംശയം. ഓക്കെ, അമലിന്റെ എന്റെ ഇവിടുന്ന് ഓരോ മൂലയിൽ പോയി സെൽഫി എടുക്കാന്നുണ്ട്. ഒരേ സമയത്ത് വീഡിയോ എടുക്കുക, വീഡിയോ കട്ട് ചെയ്യുക, ആദ്യം ഫോട്ടോ എടുക്കുക, വീണ്ടും വീഡിയോ ഓണാക്കുക. അതിൻ്റെ ഇടയിൽ ആരാരൊന്നും ശ്രദ്ധിക്കാത്ത സമയത്ത് പക്ഷെ എന്റെ പേര് പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം ഡെഡ് ബോഡി എന്ന് പറഞ്ഞ സമയത്ത് ഒരു വെള്ള ഡ്രസ് ഇങ്ങനെ ഓടുന്നതായിട്ട് ഞാൻ കണ്ടു. എന്റെ പേര് ആദ്യം പറഞ്ഞിരിക്കും. അപ്പൊ എന്തായാലും എന്റെ അഭിപ്രായത്തില് ഷാമീനെ കൊണ്ടത് അപ്പൊ 2 വോട്ട് അഞ്ചുവിന്, 3 വോട്ട് അമലിന്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതാണ് ഞാൻ പറയാം. ഇമ്പോസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട കാര്യം. ഞാൻ കൊന്ന ആ മൊമെന്റിൽ അവിടെ താഴെ വീണ് കഴിഞ്ഞ് അമൽ അത് കണ്ടു എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞാൻ അപ്പൊ വിളിച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ അത് എന്റെ ബുദ്ധിപരമായിട്ട് ഇമ്പോസ്റ്റർ അല്ല, അമലേട്ടനാണെങ്കിൽ അമലേട്ടൻ ചെയ്തെന്നുള്ള രീതിയിൽ തന്നെ അവിടെ കുറച്ചു നേരം നിന്നു. ചെയ്ത തെറ്റാണ്. ഡെഡ് ബോഡി ഫൗണ്ട് എന്ന് പറഞ്ഞപ്പോ അമലേട്ടൻ സ്തംഭിച്ച് അവിടെ കുറച്ചു നേരം. അതെ, ഇപ്പൊ നമ്മള് അതെന്താ സംഭവം വെച്ചാല് ഞാൻ ഇവിടെ മാത്രമേ മേലെ ഉണ്ടായിരുന്നു. ഞാനല്ലാണ്ട് ഇവരാ കൊന്നേന്ന് നടക്കുന്നില്ല. പിന്നെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കൊലയാളി തന്നെ എന്താ വിക്ടിം കാർഡ് ഇറക്കുന്ന ഒരു പരിപാടി. അതാണ് ഞാനിവിടെ. യെസ്, അപ്പൊ ഇതിൽ നമ്മൾ ഇമ്പോസ്റ്റർ ആണ് വിജയിച്ചിട്ടുള്ളത്. നമ്മളെല്ലാം ഞാനാണ്.
അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലൂടെ ഇറങ്ങാം. അടുത്ത റൗണ്ടിലേക്ക് Okay, അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. എനിക്ക് ഈ റൗണ്ടിൽ നീതി കിട്ടിയില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഇത് നമ്മള് ലാസ്റ്റ് റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ടിൽ ഇമ്പോസ്റ്റർ തോറ്റു, ക്രൂമേറ്റ്സ് ജയിച്ചു. ബാക്കി 2 റൗണ്ടിൽ ഇമ്പോസ്റ്റർ ജയിച്ചു, ക്രൂമേറ്റ്സ് തോറ്റു. ഇത് ക്രൂഷ്യൽ ആയ ലാസ്റ്റ് റൗണ്ട് ആണ്. ഇമ്പോസ്റ്റർക്കാണോ ക്രൂമേറ്റ്സിനാണോ കൂടുതൽ പവർ നമുക്ക് അതെ നോക്കാം. guys, നോക്കാം. മാന്തരുത്. എടുക്കട്ടെ. എല്ലാവർക്കും കഴിഞ്ഞു. ഞാനിതാണ് ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഗൈസ് ഞാൻ ഇതാണ്. ഞാൻ ഇതാണ്. ഗൈസ് ഞാൻ ഇതാണ്. Okay, കാണിച്ചില്ലേ? Last ഇതിൽ round. last round select ചെയ്യാം. ഓക്കെ അതിനും തല്ലും പിടിയും തന്നെ ആയി. ഞാൻ ആദ്യം കാണിച്ചോ? എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. കണ്ടോ? Guys, എനിക്ക് കിട്ടിയ ടാസ്ക് ഇതാണ്. അപ്പൊ നമുക്ക് ടാസ്കിലേക്ക് കിടക്കാം. വളരെ ക്രൂഷ്യലായ അവസാന റൗണ്ടാണ് ഗൈസ്. Guys, dead body found. Dead body found, guys. Dead body found. Dead body found. മൂന്നാമത്തെ ഡെഡ് ബോഡിയാണ് സ്റ്റെപ്പിന്റെ മുകളിൽ. സ്റ്റെപ്പിന്റെ മുകളിൽ അതെ അതെ. ഡെഡ് ബോഡി. അയ്യോ, ഡെഡ് ബോഡിന്റെ കാല് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ. തിരിച്ചിറങ്ങി വരൂ. ആത്മാവിന് ഭയങ്കര ആത്മാർത്ഥതയാണ്. കൈക്ക് ക്ഷതമേറ്റിട്ടാണ് ആത്മാവ് മരിച്ചിട്ടുള്ളത്. അതെ. ആത്മാവല്ല, മനുഷ്യൻ. ഇത്തവണ കൊലാളി അതിവിദഗ്ധമായിട്ടാണ് അതെ. ചെയ്തിട്ടുള്ളത്. സത്യം. ആ മൂന്നാമത്തെ കൊലയാളിയാണ് അവിടുന്ന്. എനിക്ക് കൊലയാളിയില് ആകെ 2 ഡൗട്ടേ ഉള്ളൂ. അത് ഞാനൊന്നിരുന്ന് എനിക്ക് ഡൗട്ടേ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓ മൈ ഗോഡ്. മീറ്റിംഗ്. അയ്യോ, എനിക്കും പ്രയാസമുണ്ട്. മീറ്റിംഗ് തുടങ്ങാൻ പ്രകടനം സമ്മതിക്കുന്നില്ല ഞങ്ങളെ.
പ്രേതത്തിന് കൊലയാളിനെ അറിയണമെന്നില്ലാന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ നമ്മളീ കൊല്ലും തോന്നുന്നു. കൊല്ലാനുള്ള രക്തദാഹിയായിട്ടാണ് പ്രേതം വന്നിരിക്കുന്നത്. Okay. അവസാന റൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ നീതി വാങ്ങി കൊടുക്കേണ്ടത് ഷാമി തുടങ്ങിക്കോ. അല്ല നിങ്ങൾ തുടങ്ങിക്കോ. ഷാമി തുടങ്ങിക്കോ. അല്ല എന്നാ ഞാൻ തുടങ്ങാം. അല്ല, ഷാമി തുടങ്ങട്ടെ, അതാണ് എന്നാ ഷാമി തുടങ്ങട്ടെ. ഷാമി തുടങ്ങ്. ഓക്കെ. എന്റെ ഒരു സംശയത്തില് ഞാൻ മുകളിലേക്ക് പോയി ഞാൻ സ്ലോ മോഷനിൽ വീട് മൊത്തം നടക്കണമെന്നായിരുന്നു. അപ്പൊ സ്ലോ മോഷനിൽ ഞാൻ തോന്നി സ്ലോ മോഷനിൽ ഞാൻ വീട് മൊത്തം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന ആരെങ്കിലും വന്ന് കൊല്ലും, കാരണം സ്ലോ മോഷനിലാണല്ലോ പെട്ടെന്ന് എളുപ്പത്തിൽ എന്നെ കൊല്ലാൻ പറ്റും. പക്ഷെ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴൊന്നും എന്റെ പിന്നിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ കൊല നടക്കുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് കൊലയാളി വീഴുന്നതും ആരൊക്കെ ഓടുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അല്ല കൊലയാളി വീണെന്നാ പറഞ്ഞത്, കൊലയാളിയാണ് വീണത്. അല്ല മരിച്ചാള് വീട്. എന്റെ ഒരു സംശയത്തില് കൊല്ലപ്പെട്ട ആള്. കൊല്ലപ്പെട്ട ജിംകാണ് എന്നാണ് കൊന്നത്. ഇനി ജൂനിയർ പറ. ജിംകാണെന്നാ. ഞാന് മുകളിലേക്ക് കയറി പോയപ്പോ ശ്രീ മുകളിലേക്കും താഴത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു, കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു. ഒരു പാത്ത് റൂമിലുണ്ടായിരുന്നു. ഞാൻ ഉള്ളിൽ കയറി റൗണ്ട് അടിച്ചപ്പോൾ പാത്ത് പുറത്തേക്ക് വന്നു. പിന്നും പാത്ത് ഉള്ളോട്ട് കയറിയപ്പോൾ ഞാൻ പുറത്തേക്ക് വന്ന് നടന്നു. ഇങ്ങനെ വരുന്നവരെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. എന്റെ ഒരു സംശയത്തിൽ പാത്തു ഞാൻ. എന്റെ അഭിപ്രായത്തിൽ ജുനു ആണ്. കാരണം ജുനു സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്താണ് എനിക്ക് സ്റ്റെയർ ക്ലീൻ ചെയ്യാനുള്ള ഡ്യൂട്ടി ആയിരുന്നു. അപ്പൊ ഞാൻ സ്റ്റെയർ ക്ലീൻ ചെയ്ത് മുകളിലോട്ട് എത്തുമ്പോഴാണ് ഈ ഡെഡ് ബോഡിയെ കാല് ഞാൻ കാണുന്നത്. അപ്പോൾ ജുനു ഇറങ്ങി വരുന്ന അതേ സമയത്ത് തന്നെ ഡെഡ് ബോഡി അവിടെ വീണ് കിടക്കുന്നത്. വിച്ച് മീൻസ് ജുനു ആ ഡെഡ് ബോഡി കണ്ടിട്ട് ഇറങ്ങി വരണമെങ്കിൽ ജുനുവിനെ ആയിരിക്കും അത് കൊന്നിട്ടുണ്ടാവുക. അപ്പൊ ഞാനും വോട്ട് ചെയ്യുന്നത് ജുനുവിനാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞോളൂ. എന്താണ് സംശയം? എന്നാലും ഇനി കൊടുത്തില്ല പണിയാവും. സംശയത്തിൽ ജുനു കഴിക്കാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഞാൻ ഇവിടുന്ന് മേലോട്ട് പോയിട്ടേ ഇല്ല. കാരണം എന്നോട് എനിക്ക് കിട്ടിയ ടാസ്ക് വെച്ചാൽ ഓരോ തുള്ളി ഗ്ലാസ് നടക്കാനല്ല, ഞങ്ങൾ പൈപ്പിന്റെ താഴെ തന്നെയാണ്. എനിക്ക് കിട്ടിയ ടാസ്ക് പറഞ്ഞാൽ പരിപ്പെണ്ണാന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ താഴെ തന്നെ ആയിരുന്നു. എങ്കിലും എന്റെ ഒരു അനുമാനത്തിൽ എനിക്ക് തോന്നുന്നത് കൊലയാളിയായിട്ട് വരുന്നത് ഷാമിയാണെന്നാണ്. അപ്പൊ ഞാൻ ഷാമിക്കാണ് വോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 വോട്ട് ഷാമിക്കും ജുനുവിനാണ് 3 വോട്ട് കിട്ടിയത്. അപ്പൊ നിരപരാധിത്വം തെളിയിക്കാം. നമ്മൾ നീതി വാങ്ങി കൊടുത്തിരിക്കുകയാണ് guys. അപ്പൊ guys, ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇതുവരെ എനിക്ക് ഒരു ഇമ്പോസ്റ്റർ ആവാനുള്ള ഒരു ചാൻസ് ഇതിൽ കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഒരു ഇമ്പോസ്റ്റർ ആവാൻ വേണ്ടി, പക്ഷെ എനിക്ക് നടന്നില്ല ഗൈസ്. ഞാൻ എപ്പോഴും ക്രൂമേറ്റ് ആണ് ആയത്. ഈ ചാലഞ്ചിൽ 3 തവണ ഇമ്പോസ്റ്ററുകൾ വിജയിച്ചു. 2 തവണ ഇമ്പോസ്റ്റർ വിജയിച്ചു. ബാക്കി 2 തവണ ക്രൂമേറ്റ്. 2 തവണ ക്രൂമേറ്റ് ആണ് ജയിച്ചത് ഗൈസ്. അതെ, പക്ഷെ എനിക്ക് ഇമ്പോസ്റ്റർ ആവാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ചെയ്യാം. ഇത്തവണ ഞങ്ങൾ നല്ല ഫണ്ണി ആയിട്ടായിരുന്നു. ആ തുടക്കത്തിലൊക്കെയുള്ളവരെ ഗെയിം കണ്ടുവരും പോലെ അടിച്ചിരിച്ച് ഞങ്ങൾക്ക് മതിയായി. 15 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതെ ഞാൻ തന്നെ എഴുതിയിരിക്കണം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ താഴെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ this is ശ്രീലക്ഷ്മി, This is Shamya, This is Sanjita. this is our